ഹലോ. അങ്ങനെ ചൊവ്വാഴ്ച ഞങ്ങൾ ഞായറാഴ്ച സൂസൈഡ് വീഡിയോ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചൊവ്വാഴ്ച കാലത്ത് ഞങ്ങൾ ഉച്ചയോട് കൂടി വരാനുള്ള പരിപാടിയായിരുന്നു. ചൊവ്വാഴ്ച 2 ദിവസം നിന്നു അവിടെ. അപ്പോൾ ഞാൻ 7:30 ആയിട്ട് വരുമ്പോഴേക്കും ഇവിടെ സൂസിച്ചാകൊക്കെ തുടച്ച് ക്ലീനാക്കി അടക്കളയൊക്കെ സെറ്റ് പൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂസേജ് ചായ ഇയാളെ ഒരുക്കത്തിലായിരുന്നു. അങ്ങനെ ആൾ ചായ വെച്ച് വരുമ്പോഴേക്കും ഞാൻ ചിക്കനാണെങ്കിൽ തലേദിവസം ഒരു ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സവാളയും ഇതൊക്കെ അരി നമുക്ക് ഒരുമിച്ച് വേഗം വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സവാളയും കുമ്പളങ്ങയൊക്കെ എടുത്ത് മേശാമ്മ കൊണ്ടുവച്ച് അരിയാനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ സൂസേജ് ചായ കൊണ്ടുവച്ചിട്ടാണ്. അപ്പം അങ്ങനെ സൂസേജ് ഞാനും തിരിഞ്ഞ് ചായ കുടി. അപ്പോൾ സിവനും ലിഞ്ചും ദില്ലിയും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്ന് അങ്ങനെ അപ്പോഴേക്കും സവാളയ്ക്കും കുമ്പളങ്ങയൊക്കെ അരി അതിൻ്റെ അവിടെ കൂടെ പറഞ്ഞിട്ട് അങ്ങനെ തരിഞ്ഞു. അങ്ങനെ ഒരു വിശേഷം ആ വഴിയിലത്തെ പറയണം. മലമ്പാമ്പ് ഉടുമ്പൊക്കെ ഉണ്ട്. രാത്രിയിൽ നമുക്ക് പോകുമ്പോൾ പേടിയാവും, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ പേടിയാവും ഓടിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തലേദിവസം ഒരു പേടിക്കാനും പോകാമെന്നൊക്കെ പറഞ്ഞു ഡ്രസ്സ് മാറിയതാകുന്നത് പോകാൻ പേടിയിട്ട് ഞങ്ങൾ പോയില്ല. അപ്പോഴേക്കും ഇവിടെ ലിഞ്ചു കയറ്റി വന്നു. അവൾ വലിയ ചായ കുടിക്കുക, അവരും ചായ കുടിക്കായിരുന്നു. ഞങ്ങൾ സൂചിച്ച് മുടി സവാളയൊക്കെ കാട്ടി കുമ്പളയൊക്കെ കാട്ടി അത്യാവശ്യം ചെറിയ ചെറിയ പണികൾ കുറച്ചുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾ കറികളും വന്നിടാം. അപ്പോൾ ഒരു 12:30 കഴിഞ്ഞ് വന്നപ്പോൾ ചോറുണ്ടാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കുക്കറിൽ സൂസേജ് ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു. തലേന്ന് ഞാൻ കുഴിമന്തി മേടിക്കാന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് എൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു 12:30 ആയപ്പോൾ ചോറുണ്ടു. ചോറിന് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം സാരി മാറി. ഇനി വേഗം വീട് എത്തണമെന്നുള്ളൊരു വിചാരമായി. നമുക്ക് 2 ദിവസം ലീവ് കിട്ടണമല്ലേ. അപ്പോൾ വീടെത്തി വീട് വൃത്തിയാക്കണം. അപ്പോഴേക്കും ഞാനൊക്കെ സെറ്റായി. ഞങ്ങൾ 1 മണി ചോറിന് കഴിഞ്ഞ് 1 മണിയോട് കൂടി ഡ്രസ്സ് മാറിയിരുന്നു. അപ്പോൾ സീഗോ ഞങ്ങൾക്ക് ഊബർ വിളിച്ച് സെറ്റായി തന്നിട്ടുണ്ടായിരുന്നു. സാരി മാറി കഴിയുമ്പോൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവനെ വിളിച്ച് വണ്ടി വരണം നോക്കിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ 1 മണി 1:15 ഞങ്ങൾ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ. അപ്പം ഞാൻ ബാഗ് എടുത്ത് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഈ വിഷമം സങ്കടം വന്നിടുകയും ഞങ്ങൾ പോകുന്ന തുടങ്ങിയപ്പോൾ ഞാൻ വന്ന് വിഷമിക്കേണ്ട, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം ഒന്നും ശരിയാവേണ്ടത്. അപ്പോൾ അതൊക്കെ ഉള്ള വിഷമങ്ങൾ ആൾക്കുണ്ട് കുറച്ച്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കളമശ്ശേരിയിൽ നിന്ന് ബസ് കയറി തൃശ്ശൂർ വടക്കേ സ്റ്റേഷനിൽ വന്നു. ട്രാൻസ്പോർട്ട് വണ്ടി ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു ബസ്സിൽ നിന്നൊരു ചായയും കുടിച്ച് ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന ബസ്സിൽ